ഈ അടുത്തിടെയാണ് കിച്ചു എന്ന രാഹുൽ ദാസ് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അതിലൂടെ തനിക്ക് പറയാനുള്ള പല കാരണങ്ങളും രാഹുൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വീടിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടുകയാണ്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മരണപ്പെട്ടു പോയ അതുല്യ കലാകാരനും നടനുമായിരുന്നു കൊല്ലം സുധി. കൊല്ലം സുധിയുടെ മൂത്ത മകനാണ് കിച്ചു എന്ന രാഹുൽ ദാസ്. കിച്ചുവിനും സഹോദരനായ റിതപ്പനും വേണ്ടിയിട്ട് ചില സുമനസുകൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ആ വീടിന് സുധിലയം എന്നാണ് എല്ലാവരും കൂടെ ചേർന്ന് പേരുമിട്ടത്. എന്നാൽ സുധിലയം എന്ന ഈ വീടിന്റെ പേര് ചേർത്തുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു പറഞ്ഞ ചില കാര്യങ്ങളാണ്. വീട്ടിൽ ചോർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രേണു സുധി രംഗത്തെത്തിയത്. ഒടുവിൽ വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസിക്കയും രംഗത്തെത്തി. രേണു നന്ദികേട് കാണിച്ചു എന്നായിരുന്നു അവരുടെ പരാതി. ഒടുവിൽ ഈ വിഷയത്തിൽ വീടിന്റെ ഉടമകളായ കിച്ചുവിന്റെയും റിതപ്പന്റെയും അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ റിതപ്പൻ ചെറിയ കുഞ്ഞാണ്. അവന് ഇതിനെപ്പറ്റിയൊന്നും അറിയേണ്ട കാര്യമോ അറിയേണ്ട പ്രായമോ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത്. ഇപ്പോൾ ഇതാ കിച്ചുവിന്റെ മറുപടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട് കിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വീട് എന്നത് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അച്ഛൻ അതിനു വേണ്ടിയിട്ടാണ് തന്റെ സമ്പാദ്യമെല്ലാം നീക്കിവെച്ചത്. എന്നാൽ പല കാരണങ്ങളും കൊണ്ടും വീട് എന്ന സ്വപ്നം ഞങ്ങൾക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. എനിക്ക് എന്റെ അച്ഛന് നല്ലൊരു വീട് വെച്ച് കൊടുക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള സമയവും എനിക്ക് ലഭിച്ചില്ല. അപ്പോഴേക്കും അച്ഛൻ ഈ ലോകത്തിൽ നിന്നും വിട വാങ്ങി. അച്ഛന്റെ പേരിൽ ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ വിഷയത്തിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. എനിക്കും എന്റെ സഹോദരനും വീട് തന്ന സുമനസുകൾക്ക് ഒരുപാട് നന്ദി എന്നാണ് കിച്ചു പറയുന്നത്. കിച്ചുവിന്റെ പ്രതികരണം കേട്ട് നിരവധി പേരാണ് കിച്ചുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത്. ഇത് തന്നെയാണ് കൊല്ലം സുധിയുടെ മകൻ. ഇങ്ങനെയായിരിക്കണം, ഉറച്ച നിലപാടുമായിട്ട് നീ എന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അച്ഛന്റെ മരണത്തിന് ശേഷം അച്ഛന്റെ വീടായ കൊല്ലത്താണ് കിച്ചു താമസിക്കുന്നത്. ഒഴിവ് ദിവസങ്ങളിലൊക്കെ തന്നെയും കിച്ചു അമ്മയായ രേണുവിനോടൊപ്പം നിൽക്കാൻ വേണ്ടി വരാറുമുണ്ട്. സുധിലയത്തിലാണ് എല്ലാവരും ഒത്തുചേരാറുള്ളത്. എങ്കിലും അമ്മയുടെ ചില നിലപാടിനോടൊന്നും കിച്ചു ഒരിക്കലും യോജിക്കില്ല. വ്യക്തമായ തീരുമാനങ്ങളും മറുപടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് കിച്ചു. അതുകൊണ്ട് തന്നെ കിച്ചു ഈ വിഷയത്തിലും പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. വീട് വെച്ച് തന്നവർക്ക് നന്ദിയാണ് കിച്ചു പറഞ്ഞത്.